നമസ്കാരം, ധനേഷാണ്. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നല്ലേ. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല പുത്ത സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ സിനിമകൾ മാത്രമല്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കാണെങ്കിൽ ഫ്രണ്ട്സിനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും, അവരുമായിട്ട് വോയിസ് കോൾ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ ഇതെല്ലാം ഉപരിയായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മെസ്സേജൊക്കെ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കട്ടെ. ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 256 പേരെ മാത്രമേ നമുക്ക് ഈ ഗ്രൂപ്പ് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഗ്രൂപ്പ് ഫുള്ളെന്നായിരിക്കും കാണിക്കുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടം പോലെ, അതായത് 1,00,000-നടുത്ത ആൾക്കാരെ വരെ നമുക്ക് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും, യാതൊരു റെസ്ട്രിക്റ്റും ഇല്ലാതെ. പിന്നെ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എൻ്റെ എൻഗ്രേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ വോയിസ് കോൾ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ ചാറ്റ് ചെയ്യുവാണെങ്കിലും എല്ലാം സേഫ് ആയിരിക്കും. അപ്പം നമുക്ക് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. അതിന് മുന്നായിട്ട് എൻ്റെ അടുത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ 2-3 ദിവസം വീഡിയോ ചെയ്യാതിരുന്നോണ്ട് ചോദിക്കുകയുണ്ടായി, എന്താ വീഡിയോ ചെയ്യാത്തത്. ഞാൻ അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, സി റഫ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ നിന്നത്. അപ്പോൾ അവരുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ് സി റഫ് ആയതെന്ന് ചോദിച്ചത്. അപ്പം അവർക്ക് വേണ്ടി ചെറിയൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം സി റഫിൻ്റെ. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഇതാണ് കടലിൽ നല്ല റഫാണ്, നല്ല കാറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് എനിക്ക് ബാക്കി ഫുള്ള് വിഷ്വൽ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം കമ്പനിയിൽ നിന്ന് തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കപ്പലിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്ത് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ ഉൾപ്പെടുത്തുന്നില്ല. എന്നാലും സ്വെല്ലിൻ്റെ ഒരു വിഷ്വൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണെങ്കിൽ ഇന്നാണെങ്കിൽ റഫ് ചെയ്യായിരുന്നു. അപ്പം അതാണ് നീ റഫായിട്ടാണ് കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാണായിരിക്കുമല്ലോ കടലിൽ റഫ് എന്ന് പറയുമ്പോൾ എന്താണെന്ന്. കടൽ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇളകി കിടക്കുമായിരിക്കും, നല്ല കാറ്റും എല്ലാം കാണും. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കപ്പലിലാണെങ്കിൽ റോളിങ്ങും പിച്ചിങ്ങും എല്ലാം. റോളിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കപ്പൽ ചിരട്ടിൽ കുരുങ്ങുന്നതും, പിച്ചിങ് എന്ന് പറഞ്ഞാൽ പിച്ചിങ്ങും കാണും. പിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തി പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ എത്ര ഡേഞ്ചറിലാണ് ജോലി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെടുത്ത് ഞാൻ കടലിൽ റഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ആപ്ലിക്കേഷൻ്റെ പേരാണ് ടെലഗ്രാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡിങ് നൽകും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ 4.4 റേറ്റ് നിൽക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുന്നത്. ഈ കാണുന്നതെല്ലാം ഞാനാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത്, അതായത് ആഡ് ചെയ്ത് ഇട്ടേക്കുന്ന ഓരോ മൂവിയുടെ ചാനൽസാണ്. ഇത് ടോറൻറ്റ് ഫ്രഷസ് ആണെങ്കിലും ഫിലിം ഡോഗ്സ്, അതുപോലെ തമിഴ് റോക്കറ്റ്സ്, തമിഴ് ടോറൻറ്റ് മൂവീസ്, മൂവി ഹണ്ട്, അതുപോലെ തന്നെ ടോറൻറ്റ് ഒഫീഷ്യൽ, അതുപോലെ തന്നെ മാക്സ് സിനിമാസ്, അതുപോലെ തന്നെ സിനിമാ പ്രേമികൾ. ഈ കാണുന്നതെല്ലാം അതായത് സിനിമ വരുന്ന ഓരോ ചാനലുകളാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുകളിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ നിന്ന് പോവുക. സെർച്ച് ബട്ടണിൽ പോയിട്ട് തന്നെ ഈ സിനിമയുടെ പേരുകൾ, അതായത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ആ ടോറൻറ്റ് ഫ്രഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോറൻറ്റ് ഫ്രഷ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ടോറൻറ്റ് ഫ്രഷ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മാത്രം മതി നിങ്ങൾക്ക് ഈ മൂവി ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂവി ചാനൽ ലഭിച്ചതിന് ശേഷം നിങ്ങളാണെങ്കിൽ ആ ചാനൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മൂവീസ് കിട്ടും. മൂവീസ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ് നിങ്ങളുടെ ഇഷ്ടം രീതി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇന്നൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് മൂവി ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഇനിയാണെങ്കിൽ ഒരു ചാനലൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഇതോടെ ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇഷ്ടം പോലെ സിനിമയുടെ ലിസ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സിനിമ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി 200 MB, 400 MB, 600 MB, 1 GB എന്നങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു MB നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണുന്നില്ലേ, അവിടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒരു വെള്ള ലൈൻ ഇങ്ങനെ കറങ്ങുന്നത് കാണാം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വെള്ള ലൈൻ ഫുൾ ആയതിനു ശേഷം അവിടെ ബ്ലാങ്ക് ആയിരിക്കും. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സേവ് ഡൗൺലോഡിങ് കാണിക്കും. നിങ്ങൾ ആ വീഡിയോ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഗാലറി നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമുള്ള പ്ലെയറിൽ നിങ്ങൾക്ക് HD ക്വാളിറ്റി നിങ്ങൾ കാണാൻ കഴിയുന്നതുമാണ്. പിന്നെ ഈ ചാനൽ ഇതുപോലെ ടെലഗ്രാമിലെ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുത്തൻ സിനിമയുടെയൊക്കെ തിയേറ്റർ പ്രിൻറ്റുകൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ഭാഷയിലുള്ള സിനിമകളും നിങ്ങൾക്ക് കിട്ടുന്നത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷും ഉള്ള എല്ലാ ചാനൽ ലാംഗ്വേജിലും ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും.
പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് മുകളിൽ കാണുന്നൊരു 3 ബാറ് കാണും. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് വരും. കോൺടാക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ആരെയാണ് സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യാം. എൻഡ് ടു എൻഡ് ഇൻറ്റിഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റി ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കൊരു ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നാലാമത്തെ ഓപ്ഷൻ നിങ്ങൾ കോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു കോൾ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺടാക്റ്റ് വരും. അതായത് നിങ്ങൾക്ക് ടെലഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് വരും. നിങ്ങൾക്ക് അവരുമായിട്ട് നിങ്ങൾക്ക് വോയിസ് കോൾ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങൾ മുമ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, സർക്കാരാണെങ്കിൽ നമുക്ക് ലോക്ക്ഡൌണിൽ ഇപ്പോൾ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസം കഴിയും തോറും കോവിഡ് ബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മാസ്ക് ധരിക്കുക. നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് 1 മീറ്ററെങ്കിലും അകലം കൃത്യമായി പാലിക്കുക. കൈ വൃത്തിയായിട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക. നിങ്ങളെല്ലാം ഒരു മുൻകരുതലോട് തന്നെ നേരിടണം. നമ്മൾ അതിജീവിക്കും എന്ന ഒറ്റ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ധനേഷ് സൈനിങ് ഔട്ട്.